മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കല് സുബി ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിപ്പോയി. തഹജ്ജുദ് നഷ്ടപ്പെട്ടു. സുബി ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിപ്പോയപ്പോ ഇബ്ലീസ് ഓടി വന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തട്ടി ഉണർത്തി വിളിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് എന്നെ വിളിച്ചുണർത്തിയത്? യഥാർത്ഥത്തില് ഞാൻ ഉറങ്ങട്ടെ, നിസ്കാരം കളാട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്? അതിന് ഇബ്ലീസ് പറഞ്ഞ മറുപടി എന്താ പറയുക? പണ്ട് നിങ്ങൾ ഒരു ദിവസം സുബിക്ക് ഉറങ്ങിപ്പോയപ്പോ നിങ്ങളുടെ ജമാഅത്ത് മിസ്സായതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് നേരം പൊട്ടി കരഞ്ഞു. ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട അവസ്ഥ വന്നോണ്ട് നിങ്ങളുടെ ആ കരച്ചില് കണ്ടിട്ട് അള്ളാഹുവിന് നിങ്ങളോട് ഒരു വല്ലാത്ത റഹ്മത്തുണ്ടായിട്ട് ഒരുപാട് നിസ്കാരത്തിന്റെ കൂലി നിങ്ങൾക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. അതേപോലെ ആയിട്ട് ഇന്ന് കരുതിനെങ്കിൽ സഹിക്കൂല. അതുകൊണ്ട് നിസ്കരിച്ചിട്ട് വരിക. ഇതാണ് ഇബ്ലീസ് കേട്ടോ. ഇബ്ലീസ് പല മോഡലിലും നമ്മളെ പറ്റിക്കും. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ എപ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ലുന്ന ഒരു മനുഷ്യൻ ഒരു മരച്ചുവട്ടിൽ ഉറങ്ങുമ്പോൾ ആ മരം കടപുഴുകി വീഴുന്നു. ഇബ്ലീസ് ഓടി വന്നിട്ട് ആ മരം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ടാ എണീറ്റ് പോടാണ്, മരം വീട്ട് ഇപ്പം മരിക്കണ്ടല്ലേ. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാനാ ഇബ്ലീസ്. അപ്പോഴും അയാൾ ലഅനത്തുല്ലാഹി അലൈഹി ഒരു കൺസെഷൻ കൊടുത്തിട്ടില്ല. ഇയാൾക്കൊരു ഡൗട്ട് ഇബ്ലീസിനോട് ചോദിച്ചു, നിന്റെ പേര് കേൾക്കുമ്പോ എപ്പോ ഞാൻ നിനക്ക് ശാപമുണ്ടാവട്ടെ എന്ന് ദ്വാരക്കുന്ന ആളല്ലേ? ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചൊല്ലുന്ന ആളല്ലേ? അതെ. അപ്പൊ ഞാൻ മരിക്കണ്ടേ, മരിച്ചു പോട്ടെ എന്നല്ലേ നീ വിചാരിക്കേണ്ടത്? പിന്നെ എന്നെ രക്ഷപ്പെടുത്തിയത്? അപ്പൊ ഇബ്ലീസ് പറയാം, ഓ എന്റെ ഭയങ്കര സംശയം, ഈ മരം വീണിട്ടായിട്ട് നീ മരിച്ചാലുണ്ടല്ലോ മനുഷ്യ, എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. അതെനിക്ക് സഹിക്കൂല മോനെ, നീ സാധാ പോലെ മരിച്ചോളി. ഇതാ ചങ്ങായിമാരെ ഇബ്ലീസിന്റെ ചതിപ്രയോഗങ്ങൾ. ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയം പറയാം, മക്കായിദു ശൈത്വാൻ എന്ന് പറഞ്ഞിട്ട്.